ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. അത് കയ്പില്ലാതെ കൂടുതൽ രുചിയോടുകൂടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പുറമെ പച്ച നിറമില്ലാത്ത വെള്ള പാവയ്ക്കയാണ് കൂടുതൽ നല്ലത്. അതിനാണെങ്കിൽ കയ്പ് തീരെ കുറവായിരിക്കും. ഇനി ഈ പാവയ്ക്ക കൊത്തി അരിഞ്ഞെടുക്കാം. ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. നല്ല പൊടിയായി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് കൊത്തി അരിഞ്ഞു വരുമ്പോൾ ഇതിലെ കുരുവൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലെ വെള്ളം കുറച്ച് പിഴിഞ്ഞു കളയാം. അത് വേണമെങ്കിൽ മാത്രം മതി. പാവയ്ക്ക അതിൻ്റെ മുഴുവൻ ഗുണത്തോടെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ വെള്ളം പിഴിഞ്ഞ് കളയരുത്. പിന്നെ ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ കയ്പ് നല്ലപോലെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലെ വെള്ളം കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വലിപ്പത്തിലുള്ള ഒരു സവാള കൊത്തി അരിഞ്ഞ് ചേർക്കാം. സവാള കുറച്ചും കൂടി വലുതായാലും കുഴപ്പമില്ല. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ് രസം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇതുപോലെ പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈ വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞ് തന്നെ ചേർക്കണം. അതായത് നമ്മൾ തോരൻ കഴിക്കുമ്പോൾ ഇഞ്ചി കടിക്കരുത്. എന്നാൽ ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ നമ്മുടെ തോരനിൽ ഉണ്ടാവുകയും വേണം. ഈ പാവയ്ക്ക തോരനിലെ ഒരു പ്രധാന ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നതും ഇതിൽ ചേർക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇങ്ങനെ കൊത്തി എരിഞ്ഞ് ചേർക്കുമ്പോഴാണ് പാവയ്ക്ക തോരന് കൂടുതൽ മണവും രുചിയും ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇഞ്ചി മുഴുവനും കൊത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ വലിപ്പത്തിലുള്ള 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതിലേക്ക് ചേർക്കാനായി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഇതും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കാത്തോരന് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും, കയ്പൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലൊക്കെ ആ പാവയ്ക്കയും ഇഞ്ചിയും തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ചേർന്നൊരു നല്ല സ്മെല്ലുണ്ടാവും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ഇതുപോലെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അത് പാവയ്ക്കാത്തോരന് നല്ലൊരു മണമൊക്കെ കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവക്ക ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ പാവക്ക നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കുഴഞ്ഞ പോലെയാണുള്ളത്. ഇനി തുറന്നു വെച്ച് ഇതിലെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം. തീ കൂട്ടി വെച്ച് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ നമുക്ക് തോർന്ന് കിട്ടിക്കോളും. പിന്നെ ഇത് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ആ കുഴഞ്ഞ പരുവൊക്കെ മാറി നല്ലപോലെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് തീരെ കയ്പില്ലെന്നല്ല, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ചെറിയ കയ്പേ ഉള്ളൂ. പിന്നെ ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് ഈ തോരനിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ചോറും പാവയ്ക്ക തോരനും മാങ്ങച്ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉറപ്പായും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.